ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു വാട്ടർ ഈറ്റിംഗ് ഡേ ആയാലോ? അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച പാടെ കുറച്ച് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ ദിവസത്തെ ഒരു ശീലമാണ്. എണീച്ച പാടെ കുറച്ച് വെള്ളം കുടിക്കും. ഇങ്ങനെ കുടിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റാണ് കേട്ടോ, നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാ ദിവസവും കുടിക്കുന്നതുകൊണ്ട് അത് ശീലമായിപ്പോയി. അങ്ങനെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ രാത്രി കുറേ സമയം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് തൊണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിന് ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷനുള്ള കറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കടലക്കറി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടം മീൻകറിയാണ് കേട്ടോ. പുട്ടും മീൻകറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുട്ടിൻ്റെ കൂടെ മീൻകറിയും കൂടി കൂട്ടി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ തലേ ദിവസത്തെ മീൻകറി ആണെങ്കിൽ പൊളിക്കും. ഇതാണെങ്കിൽ തലേ ദിവസത്തെ മീൻകറി ആയിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് കഴിക്കുമ്പോൾ എനിക്ക് അത്ര എരിവ് തോന്നിയിട്ടില്ലെങ്കിലും പിന്നെ അവസാനമായപ്പോൾ എൻ്റെ എരിഞ്ഞ് സത്യം പറഞ്ഞാൽ എൻ്റെ മൂക്കിലും പിന്നെ മുഖമൊക്കെ അങ്ങനെ വേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പുട്ടിൻ്റെ കൂടെ പിന്നെന്താ കടലക്കറി, പഴം, പിന്നെന്താ ചെറുപയർ കറി, ഇങ്ങനത്തെയൊക്കെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മീൻകറി നിങ്ങൾ കൂട്ടാത്ത ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെറുതെ ഫോൺ നോക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ദാഹം തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് അൺസഹിക്കബിൾ ആണല്ലോ. നല്ല ചൂടും പിന്നെ നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും തികയാത്ത ആ ഒരു രീതിയാണ്. അങ്ങനെ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റുമോ എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഒരു നാരങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്താക്കി, കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് ജ്യൂസ് അടിച്ച് കുടിച്ചു കിട്ടാം. അത് കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ആശ്വാസമായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാരങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് ഈ ഒരു വേനൽക്കാലത്ത്. അങ്ങനെ അതും കൂടി ഒരു 10-11 മണിയൊക്കെ ആവുന്ന സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കാണെങ്കിൽ ഈ പുളിയുള്ള ഐറ്റംസൊക്കെ കുടിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെ ബോഡിയിൽ കുറച്ച് ഡീഹൈഡ്രേഷനൊക്കെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഓർത്തിട്ട് നാണ് കുടിക്കുന്നതാണ് കേട്ടോ. പിന്നെ നാരങ്ങ നല്ലതാണല്ലോ, അതുകൊണ്ട് കുടിച്ചെന്നേ ഉള്ളൂ. ഉച്ചത്തേക്കാണെങ്കിൽ ചോറുണ്ടായിരുന്നു, പിന്നെ കൂന്തൽ വറവ്, പിന്നെ രാവിലെ നമ്മൾ കഴിച്ചില്ലേ മീൻ കറി, അതിൻ്റെ 2 മീൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കൂടി ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ വറവും പിന്നെ മീനും ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നാണെങ്കിൽ ഫുള്ള് മൊത്തം അങ്ങ് നോൺ വെജ് തന്നെയായിരുന്നു കേട്ടോ കറികൾ. ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് വെജിറ്റബിൾസ് ഒന്നും ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ കുറച്ച് പഴം ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനാണെങ്കിൽ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇതാ പാലില്ല. പിന്നെ എങ്ങനെ ഷേക്ക് അടിക്കാനല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്തു, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നേരെ പോയിട്ട് പാലെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് കൊണ്ടുവരുന്ന സമയത്ത് ഇതാ ഈ കടലയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം പോയി വന്ന പാടെ ഇത് കുറച്ചെണ്ണം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നടന്നിട്ട് പോയ സമയത്ത് ഭയങ്കര വെയിലും ഭയങ്കര ചൂടൊക്കെ ആയിരുന്നേ. പിന്നെ ഈ 20 രൂപയുടെ കടലയും കൂടി വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് അത് കഴിക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മധുരമുള്ള കടലായിരുന്നു. അങ്ങനെ അതും കൂടി കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഇതാ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് അലങ്കാരത്തിന് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ കടല വാങ്ങിച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു. ഇതാണ് കേട്ടോ വൈകുന്നേരം കുടിച്ചത്. പിന്നെ രാത്രിക്ക് നമ്മളത് ഉച്ചക്കത്തെ അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.